നിന്റെ പ്രാർത്ഥന അമ്മ കേട്ടു. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണിത്. മടുത്തുപോയെന്നു തോന്നി കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോൾ ആരും കേൾക്കാനില്ലെന്ന് കരുതി നീ വിളിച്ച ആ വിളി, അത് പാഴായിട്ടില്ല. നിന്റെ പ്രാർത്ഥനകൾ ദേവി കേട്ടുകഴിഞ്ഞു. നിന്റെ സങ്കടങ്ങളുടെ കാലം അവസാനിക്കാൻ പോകുന്നു. ഇന്നീ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃച്ഛികമല്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ മടുത്ത് എങ്ങോട്ടു തിരിയണമെന്നറിയാതെ നിൽക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ മറുപടിയാവാമിത്. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, എൻ്റെ പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ലേ എന്ന്. എന്നാൽ ആ ജഗദംബിക നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ അടച്ചിട്ട മുറിയിലായാലും തിരക്കേറിയ വഴികളിലായാലും മനസ്സുരുകി വിളിച്ച ഓരോ വിളിയും ദേവി കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ഫലം കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ പ്രാർത്ഥനകൾ ഒരിക്കലും പാഴാകില്ല. ശരിയായ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. വിതച്ച വിത്ത് മുളയ്ക്കാൻ അതിൻ്റേതായ സമയം വേണം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളും ഫലമണിയാൻ ഒരു കാലമുണ്ട്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ചുറ്റുമൊന്നു നോക്കുക. കാറ്റായും വെളിച്ചമായും അദൃശ്യമായ ഒരു സാന്നിധ്യമായി ദേവി കൂടെയുണ്ട്. ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എന്നാൽ എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന ഒരൊറ്റ ചിന്ത മതി ഏതൊരു വലിയ മലയും കയറിപ്പോകാൻ. നിങ്ങൾ തോറ്റുപോകാതിരിക്കാൻ ആ കൈകൾ നിങ്ങളെ താങ്ങിപ്പിടിക്കുന്നുണ്ട്. നിഴൽ പോലെ ആ സാന്നിധ്യം എന്നും നിങ്ങളെ പിന്തുടരും. അർഹമായത് നൽകാതെ ആ അമ്മ നിങ്ങളെ മടക്കി അയക്കില്ല. ചോദിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു വാതിൽ അടയുന്നത് അതിനേക്കാൾ വലിയ മറ്റൊരു വാതിൽ തുറക്കാനാണെന്ന് വിശ്വസിക്കുക. പൂർണ്ണമായും സമർപ്പണത്തോടെ മുന്നോട്ടു പോവുക. തളർന്നു പോകുന്നിടത്തു നിന്നാണ് പുതിയ വഴികൾ തെളിയുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കും. അതുകൊണ്ട് വിഷമങ്ങളെല്ലാം ആ കാൽക്കൽ സമർപ്പിക്കുക. ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിച്ചു തുടങ്ങുക. നിങ്ങൾ തനിച്ചല്ല, ഒരിക്കലും തനിച്ചാവുകയുമില്ല. ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവയ്ക്കുക. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. ഇത് കേട്ട ശേഷം കമൻറ്റിൽ അമ്മേ നാരായണ എന്നെഴുതൂ. അതൊരു വാക്കുമാത്രമല്ല, ഒരു ബന്ധമാണ് നിങ്ങളും ദേവിക്കുമിടയിൽ. പിന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നും പങ്കുവയ്ക്കൂ. നിങ്ങളുടെ അനുഭവം മറ്റൊരാൾക്ക് ആശ്വാസമാകാം. ഈ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ നിശബ്ദമായ സംസാരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാം വീണ്ടും കണ്ടുമുട്ടാം. അമ്മേ നാരായണ, ദേവി നാരായണ.